വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. വാവൂർ സ്വാമി കള്ളക്കഥയും വാവൂരൻ എന്ന ഹിന്ദു സേവകനാണ് യഥാർത്ഥ അയ്യപ്പ സ്വാമിയുടെ അംഗരക്ഷകൻ എന്നുമാണ് ഹിന്ദുത്വ സംഘടനകളുടെ പുതിയ വാദം. അതിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ് വാവൂർ പള്ളിക്ക് പകരം വാവൂര ക്ഷേത്രം നിർമ്മിക്കാനുള്ള നീക്കം. കൂടുതൽ കാലം വേണ്ടിവരില്ല വാവൂർ പള്ളി കാലയവനുള്ളിൽ മറഞ്ഞു പോകാൻ. അതിനുള്ള ശങ്കുലി മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വാവൂർ വെട്ടിമാറ്റി അയ്യപ്പനെ ഒറ്റക്കാക്കുന്നു നമ്മൾ ഇന്ന്. സത്യത്തിൽ ഇതെന്നോ നടക്കേണ്ടതെന്ന് നടത്താൻ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതുമായ നഗ്ന സത്യമായിരുന്നു. അതിന് ഇന്ന് കാര്യമായ ശ്രമം നടക്കുന്നു, അല്ലെങ്കിൽ നടത്തുന്നു എന്ന് മാത്രം. അല്ലെങ്കിലും ആരാണ് ശരിക്കും വാവൂരെ ഹിന്ദുമത വിശ്വാസത്തിന്റെ ഭാഗമായി അംഗീകരിക്കുന്നത്? ഒരയ്യപ്പനും വാവൂരെയും വാവൂരുടെ വിശ്വാസത്തെയും സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഏകദേശം 800 വർഷത്തോളം പഴക്കമുള്ള ഐതിഹ്യങ്ങളും ആചാരങ്ങളുമുള്ള ഒന്നാണ് ശബരിമലയും ശബരിമല ദർശനവും. ശബരിമലയിലേക്കുള്ള തീർത്ഥാടനത്തിന് 800 വർഷത്തിലേറെ പഴക്കമുണ്ട് എന്ന് ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും സൂചിപ്പിക്കുന്നു. ധർമ്മശാസ്താവ് എന്നും മണികണ്ഠൻ എന്നും അറിയപ്പെടുന്ന അയ്യപ്പൻ സത്യത്തിന്റെയും നീതിയുടെയും ഹിന്ദു ദേവനായാണ് അറിയപ്പെടുന്നത്. വിഷ്ണുവിന്റെ മോഹിനി അവതാരത്തിൽ വശംബദ്ധനായ ശിവന് മോഹിനിയിലുണ്ടായ മകനാണ് ഹരിഹരപുത്രനായ അയ്യപ്പൻ. രാക്ഷസിയായ മഹിഷിയെ വധിക്കാൻ വേണ്ടിയാണ് ഈ അവതാര പിറവിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുട്ടിക്കാലത്ത് പന്തളം രാജകുമാരനായി വളർന്ന മണികണ്ഠൻ പിന്നീട് അയ്യപ്പൻ എന്ന പേരുള്ള ആരാധനാമൂർത്തിയായി മാറി. അയ്യപ്പന് വാഴുന്ന മലക്ക് ശബരിമല എന്ന് പേര് വരാൻ കാരണം ശബരി എന്ന കൃഷിപത്നിയിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. രാമായണ കാലത്തെ ശബരിയുടെ ആരാധനാമൂർത്തിയായിരുന്നു രാമനെങ്കിൽ ശബരിമലയിലെ ശബരി അയ്യപ്പനെ ആരാധിച്ചിരുന്നു എന്നാണ് വിശ്വാസം. അവരുടെ തപോഭൂമി ആയതിനാലാണ് ഈ പർവ്വതനിരകൾക്ക് ശബരിമല എന്ന പേര് വരാൻ കാരണം. അയ്യപ്പൻ ബ്രഹ്മചാരിയ ആണെന്നും വിവാഹം കഴിക്കുകയാണെങ്കിൽ മാളികപ്പുറത്തമ്മ അഥവാ ഭദ്രകാളിയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നുമാണ് ഐതിഹ്യം. ഇതിനാൽ ക്ഷേത്രത്തിൽ ബ്രഹ്മചര്യം നിലനിർത്താൻ പ്രത്യേക പ്രാധാന്യം നൽകിയിരുന്നു. മാളികപ്പുറത്തമ്മയുടെ ക്ഷേത്രം ശബരിമലയ്ക്ക് സമീപം തന്നെ സ്ഥിതി ചെയ്യുന്നു. അയ്യപ്പ ദർശനത്തിനു മുമ്പ് ഇവിടെ പൂജ നടത്തുന്നത് ആചാരമാണ്. അയ്യപ്പന്മാർ മാലയിടൽ ചടങ്ങിലൂടെ അയ്യപ്പന്റെ ലോകാവതാരത്തെ സൂചിപ്പിക്കുന്ന മുത്തുമാല ധരിക്കുന്നു. ഇത് ലൗകിക ബന്ധങ്ങൾ ത്യജിച്ച് ആത്മീയ ജീവിതം ആരംഭിക്കുന്നതിന്റെ പ്രതീകമാണ്. പശുനെയ്യ് നിറച്ച തേങ്ങ അഥവാ നെയ്ത്തേങ്ങ അയ്യപ്പന് സമർപ്പിക്കുന്നതാണ് കെട്ടുനുറയ്ക്കൽ ചടങ്ങ്. ഇത് മനസ്സിന്റെ ശുദ്ധതയെ പ്രതിനിധീകരിക്കുന്നു. അയ്യപ്പൻ രാക്ഷസിയായ മഹിഷിയെ വധിച്ചതിന്റെ ആഘോഷമായി ആചരിക്കുന്നതാണ് പേട്ടതുള്ളൽ. ഇത് തിന്മയെ തോൽപ്പിച്ച നന്മയുടെ വിജയത്തെ സൂചിപ്പിക്കുന്നതാണ്. പുരാതന ശബരഗോത്രക്കാർ അഥവാ വനവാസി ഗോത്രമായ ശബരഗോത്രം ശബരിമലയിൽ നിവസിച്ചിരുന്നതായും അവർ അയ്യപ്പനെ പൊന്നിയപ്പൻ എന്ന പേരിൽ ആരാധിച്ചിരുന്നതായും പറയപ്പെടുന്നു. ശബരിമല ക്ഷേത്രത്തിന്റെ ആദ്യ നിർമ്മാണം ഇവരുടെ കാലത്താണെന്ന് കരുതുന്നു. പിന്നീട് 12ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാക്കന്മാർ ക്ഷേത്രം പുനർനിർമ്മിച്ചതായി രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. പത്തനംതിട്ടയിലെ പെരിയാർ കടുവ സംരക്ഷണ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കാലക്രമേണ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി മാറി. ഓരോ വർഷവും 3.5 കോടി ഭക്തർ ഇവിടെ എത്തുന്നുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. ചുരുക്കത്തിൽ വൈഷ്ണവ മതവും ശൈവമതവും തമ്മിൽ ബന്ധിക്കുന്ന ഒരു പാലമായി അയ്യപ്പനെ നമുക്ക് ദർശിക്കാനാകും. ശബരിമലയുടെ ഐതിഹ്യങ്ങൾ കേരളത്തിന്റെ സാംസ്കാരിക സമൃദ്ധിയുടെ അവിഭാജ്യ ഭാഗമാണ്. ഇന്നും ഈ കഥകൾ തീർത്ഥാടകരുടെയും ആചാരങ്ങളിലൂടെയും ജീവനോടെ നിലകൊള്ളുന്നു. അയ്യപ്പൻ ഉറ്റതവനായ വാവൂർ വെറും കാൽപ്പനിക കഥാപാത്രമാണെന്നും യഥാർത്ഥത്തിൽ അയ്യപ്പന്റെ സഹായി വാവൂരൻ എന്ന ഹിന്ദു സേവകനായിരുന്നു എന്നുമാണ് ഹിന്ദുത്വവാദികൾ ഇപ്പോൾ അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് പുതിയ ദേവപ്രശ്നം ഉണ്ടായതും ആ ദേവപ്രശ്ന പ്രകാരം വാവൂരസ്വാമിക്ക് പുതിയ അമ്പലം വേണമെന്ന് പുതിയ വാദം വന്നതും അതിനുള്ള ശ്രമം നടന്നതും. ഇത് പുതിയ കാലഘട്ടത്തിലെ അയ്യപ്പന്റെയും വാവൂരസ്വാമിയുടെയും കഥയാണ്. എന്നാൽ പഴയ വാവൂരസ്വാമിയുടെ കഥ വേറെയാണ്. വാവൂർ ഒരു മുസ്ലിം യോദ്ധാവും അയ്യപ്പന്റെ അംഗരക്ഷകനും ഉറ്റ സുഹൃത്തുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. വാവൂർ മഹാത്മ്യം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് വാവൂർ മക്കംപുരിയിലെ ഇസ്മായിൽ ഗോത്രത്തിലെ പാത്തുമ്മയുടെയും അജ്ഞാതനായ ഒരു അറബ് വംശജനായ പിതാവിന്റെയും മകനായിരുന്നു എന്നാണ്.
തെക്കേ ഇന്ത്യയിലെ തീരപ്രദേശമായ ആലപ്പുഴക്കടുത്തെവിടെയോ ആണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് അനുമാനിക്കുന്നു. പന്തളം രാജാവിന് കപ്പം കൊടുക്കാൻ വിസമ്മതിച്ച കടൽ കൊള്ളക്കാരനായിരുന്നു വാവരെന്നും ആ കടൽ കൊള്ളക്കാരനുമായി അയ്യപ്പൻ യുദ്ധത്തിലേർപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നു. കുതിരപ്പുറത്തു വന്ന അയ്യപ്പനും ആനപ്പുറത്തു വന്ന വാവരും ശക്തമായി ഏറ്റുമുട്ടിയെങ്കിലും തുല്യശക്തികളായതുകൊണ്ട് ആരും ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തില്ല എന്നും പിന്നീട് രണ്ടുപേരും ഉറ്റ ചങ്ങാതിമാരായി തീർന്നെന്നുമാണ് ഒരു കഥ. മറ്റൊരു കഥ പ്രകാരം അയ്യപ്പൻ യുദ്ധത്തിൽ വാവരുടെ പായ്ക്കപ്പലിന്റെ പായ് തകർക്കുകയും വാവർ അയ്യപ്പന് കീഴടങ്ങി അയ്യപ്പന്റെ കൂടെ കൂടുകയും ചെയ്തുവെന്നാണ്. ശ്രീ ഭൂതനാഥോപാഖ്യാനത്തിൽ വാവരെ അയ്യപ്പന്റെ അംഗരക്ഷകനായ വാവുരനായി ചിത്രീകരിക്കുന്നുണ്ട്. മാഷീവധത്തിന് ശേഷം കാട്ടിലൂടെ പോകുന്ന യാത്രക്കാരെ കാട്ടുമൃഗങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അയ്യപ്പൻ ഏൽപ്പിക്കുന്നത് വാവരെയാണ്. എന്തൊക്കെയായാലും ഇതുവരെയും ശബരിമലയിലേക്ക് പുണ്യം തേടിയെത്തിയിരുന്ന സകല സ്വാമിമാരും എരുമേലിയിലെ വാവരെ പള്ളിയിൽ അല്ലെങ്കിൽ വാവർ നടയിൽ വന്ന് തൊഴുതതിനു ശേഷം വേണം അയ്യപ്പ ദർശനം നടത്താൻ എന്നതായിരുന്നു കഥ. വാവർ നടയിൽ രോഗശമനത്തിനുള്ള പ്രതീകമായി ഓരോ സ്വാമിമാരും പഞ്ചകക്കൂട്ട് സമർപ്പിക്കണം. അരി, ജീരകം, ചുക്ക്, കുരുമുളക്, ഏലക്ക എന്നിവ അടങ്ങിയതാണ് പഞ്ചകക്കൂട്ട്. വാവരിന്റെ ഉടവാൾ സൂക്ഷിപ്പുകാരായ വായ്പൂര് വെട്ടപ്ലാക്കൽ കുടുംബത്തിനാണ് നടയിലെ പ്രധാന കാര്യനിർവഹണ ചുമതലയുള്ളത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇതുവരെയെങ്കിൽ ഇപ്പോൾ കാര്യം കോളിലക്കത്തിലേക്കാണ് പോകുന്നത്. RSS, BJP പോലുള്ള ഹിന്ദുത്വ സംഘടനകൾ ബാബർ മുസ്ലിം ആയിരുന്നില്ലെന്നും വാബുരൻ എന്ന ഹിന്ദു സേവകനായിരുന്നു എന്നും വാദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളാരും മുസ്ലിം ദേവാലയത്തിൽ പോയി ആരാധന നടത്തേണ്ടതില്ലെന്നുമാണ് വാദം. അതിനുവേണ്ടിയാണ് ബാബുര സ്വാമിക്ക് വേണ്ടിയുള്ള അമ്പല നിർമ്മാണവുമായി മുന്നോട്ട് വരുന്നത്. സത്യത്തിൽ ശബരിമലയിലെ ഹിന്ദു മുസ്ലിം ഐക്യം എന്ന ആ വലിയ വിപ്ലവത്തെ മുസ്ലിം അന്യരാണെന്ന ബോധം ജനിപ്പിച്ചുകൊണ്ട് ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതുവഴി ഹിന്ദുക്കളുടെ ഏകീകരണം. സത്യത്തിൽ പണ്ടേ ബാബർ പുറത്തു തന്നെയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അന്നും സാധാരണ വിശ്വാസികൾക്കപ്പുറം നിന്നുകൊണ്ട് ഹിന്ദുത്വവാദികളുടെ ചിന്തകൾ പ്രവർത്തിച്ചിരുന്നു. ഒരിക്കലും ബാബരെ അയ്യപ്പന്റെ തോഴനോ കൂട്ടുകാരനോ സഹായിയോ ആയി കണ്ടിരുന്നില്ല എന്നുള്ളത് ഓരോ അയ്യപ്പൻ വിളക്കിലും കാണാവുന്നതായിരുന്നു. ഓരോ അയ്യപ്പൻ വിളക്കിലും അയ്യപ്പ ക്ഷേത്രത്തിന് അടുത്തായി ബാബരുടെ പള്ളിയും പണിതിട്ടുണ്ടാവും. വാഴത്തടിയും വാഴപ്പോളയും കുരുത്തോലയും എല്ലാം ചേർത്ത് ഭംഗിയായി നിർമ്മിച്ച അമ്പലവും പള്ളിയും. അയ്യപ്പനും ബാബരും ഉറ്റ സുഹൃത്തുക്കളും ആരാധനാമൂർത്തികളും ഒക്കെയാണെന്നാണ് വിശ്വാസം. അയ്യപ്പനെ കാണണമെങ്കിൽ ആദ്യം ബാബരെ കാണണം. അത്രയ്ക്ക് ആത്മബന്ധമാണ് അവർ തമ്മിൽ. പക്ഷേ പിന്നീട് എപ്പോഴോ ബാബരെ മാറ്റി നിർത്തേണ്ടവനാണെന്ന ചിന്ത ആരിലൊക്കെയോ കടന്നുകൂടിയെന്നത് അയ്യപ്പൻ വിളക്കിന്റെ അവസാനത്തിൽ മനസ്സിലാക്കാനാവും. എങ്ങനെയാണ് ഇത്രയും മുറ്റത്തോഴന്മാർ ശത്രുക്കളാവുന്നത്? എന്തിനാണ് ആത്മമിത്രത്തിന്റെ പള്ളി തച്ചു തകർക്കുന്നത്? അയ്യപ്പൻ വിളക്കിന്റെ അവസാനത്തിൽ വാവരും അയ്യപ്പനും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിനൊടുവിൽ അയ്യപ്പൻ അവരുടെ പള്ളി വെട്ടിപ്പൊളിച്ച് തകർക്കുന്നത് കാണാം. ഇതിൽ എവിടെയാണ് മതസൗഹാർദ്ദമുള്ളത്? എവിടെയാണ് സാഹോദര്യമുള്ളത്? തന്റെ ഉറ്റതോഴനായ ബാബരുടെ ആരാധനാലയം തച്ചു തകർക്കുന്നതിലൂടെ അന്നും കാണിച്ചു തന്നിരുന്നത് മുസ്ലിങ്ങളെയും മുസ്ലിം വിശ്വാസത്തെയും വെച്ചു പൊറുപ്പിക്കാനാവില്ല എന്ന ഉറച്ച നിലപാട് തന്നെയായിരുന്നു. വാവരെ തൊഴുതു വണങ്ങി വേണം അയ്യപ്പനെ ദർശിക്കണമെങ്കിൽ പിന്നെന്തിനാണ് അയ്യപ്പന് വിളക്കിന് വാവര പള്ളി തച്ചു തകർക്കുന്നത്? ബാബരി മസ്ജിദ് പൊളിച്ച് കലാപങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ പിന്നീട് ബാബര പള്ളി പൊളിക്കുന്ന പ്രതീകാത്മക നിലപാടിൽ മാറ്റം വന്നിരുന്നു. ഇന്നിപ്പോൾ എങ്ങനെയാണെന്നറിയില്ല. ഒരു കാലത്ത് മനുഷ്യർ കേരളത്തിനും മതത്തിന്റെ പേരിൽ കലഹിക്കുന്നത് മനസ്സിലാക്കിയ ദിഷ്ണാശാലികളായിരിക്കാം അയ്യപ്പന് കൂട്ടായി ബാബരെ പ്രതിഷ്ഠിച്ചത്. ഇന്ന് ആ ദീർഘവീക്ഷണത്തെയും തച്ചു തകർത്തുകൊണ്ട് കാവിപ്പട ബാബരെ പള്ളിക്ക് നേരെ വാളോങ്ങി നിൽക്കുകയാണ്. വാവരെയോ വാവര പള്ളിയെയോ നിങ്ങൾ വിശ്വസിക്കേണ്ട. പക്ഷെ ഒരൊറ്റ ചോദ്യം: നാളിതുവരെയും ഹിന്ദു മതവിശ്വാസികൾ അയ്യപ്പന്റെ ഉറ്റതോഴനും സഹായിയും ആരാധനാമൂർത്തിയും ഒക്കെയായി കണ്ട് ബാബര പള്ളിയിൽ നടത്തിയ കർമ്മങ്ങൾ പിഴച്ചതാണെങ്കിൽ ശബരിമലയിൽ നടത്തിയ കർമ്മങ്ങളും പിഴച്ചതാവില്ലേ? അങ്ങനെ ഇത്രയും കാലം മല ചവിട്ടിയവന് പുണ്യമില്ലെങ്കിൽ ലക്ഷോപലക്ഷം മല ചവിട്ടിയവരുടെ പാപം തീർക്കാൻ നിങ്ങൾ എന്താണ് പിന്നെ ചെയ്യുക? അങ്ങനെ ചെയ്താലും നിങ്ങളിലുള്ള പിഴച്ച കർമ്മങ്ങൾ ചെയ്ത് മരിച്ചുപോയവർ എങ്ങനെ ആ തെറ്റുകൾ തിരുത്തും? അവർക്കെങ്ങനെ മോക്ഷം കിട്ടും? ഇന്ന് ബാബരും ബാബര പള്ളിയും തെറ്റാണെന്നും അത് നിഷിദ്ധമാണെന്നും വാദിച്ചാൽ ഇതുവരെ നടന്ന ശബരിമല ദർശനങ്ങൾക്ക് എന്താണ് അർത്ഥമുള്ളത്?